റസൂലല്ലാഹ്, എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ നബിയേ? ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ ചെവിയിൽ ചോദിക്കുകയാണ്, മരിക്കുമ്പോൾ എനിക്ക് 3 ആഗ്രഹമുണ്ട്, സാധിച്ചു തരുവോ നബിയേ? സാധിച്ചു തരുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ മണിയറയിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ എന്നെ കുളിപ്പിച്ചിട്ടാണ് കിടത്തിവിട്ടത്. യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയെ വിട്ട് പിരിഞ്ഞിട്ട് ഖബറിലേക്ക് പോകുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളാ. എനിക്ക് ആ ഭാഗ്യം വേണം നബിയേ. നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. ഖദീജ ബീബി റളിയല്ലാഹു തആല രണ്ടാമതായിട്ട് പറഞ്ഞ അഭിലാഷം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ് നബിയേ. എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാണ്. എന്തുകൊണ്ടാണ് പൊതിയേണ്ടതെന്നറിയോ? നമ്മൾ രണ്ടുപേരും പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, എപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ചേർന്ന് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, നിങ്ങളുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ, ആ പുതപ്പ് കൊണ്ട് എന്റെ മയ്യത്ത് പൊതിയണം യാ റസൂലല്ലാഹ്. ഖബറിന്റെ അകത്ത് കിടന്നാലും എനിക്ക് ആ സുഗന്ധമുണ്ടാകുമല്ലോ. മൂന്നാമതായിട്ട് ഭാര്യ ഭർത്താവിന്റെ ചെവിയിൽ പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പച്ച മണ്ണിലേക്ക് ഖദീജാന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ നിങ്ങളുടെ കൈകൊണ്ട് വേണമെന്ന് ഇറക്കി വെക്കാ. ഈ ഖദീജാനെ പച്ച മണ്ണിലേക്ക് ഖബറിന്റെ അകത്തിറക്കി വെക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകൊണ്ട് വേണമെന്റെ ജനാസ ഇറക്കി വെക്കാ. ഇതെന്റെ ആഗ്രഹമാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് രണ്ടുപേരും പിരിയാ മനസ്സില്ലാതെ കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് യാത്ര പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ജീവിതമെന്ന് പറഞ്ഞാലതാ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകര് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ലോകത്തോട് വിട പറയുകയാ. അവിടുത്തെ ജനാസ അല്ലാഹുവിന്റെ റസൂലാ കുളിപ്പിച്ചത്. ഏത് പെണ്ണിനാണ് ഈ ഭാഗ്യമാർക്കാണുള്ളത്? ഏത് ഭർത്താവാണ് തന്റെ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ തയ്യാറാകുന്നത്? അല്ലാഹുവിന്റെ റസൂല് തന്റെ ഖദീജയെ കുളിപ്പിക്കുകയാ. അവസാന കഫൻ പുതിയ സമയമായപ്പോ പുതപ്പെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂല് ചുംബിക്കുകയാണ്. പുതയ്ക്കുന്ന പുതപ്പെടുത്തിട്ട് പ്രവാചകനതാ ചുംബിക്കുകയാണ്. എന്നിട്ട് ഖദീജാനെ പൊതിയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവസാന നമസ്കാരം കഴിഞ്ഞ് ആറടി മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ അകത്തിറങ്ങി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഇങ്ങനെ കൈകൊണ്ട് വാങ്ങിയിട്ട് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് 3 കെട്ടുകളങ്ങടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. 25 കൊല്ലം തനിക്ക് താകം തളയുമായി കൂടെ നടന്ന ഖദീജ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ വിളിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസ ഖബറിന്റെ അകത്ത് വെച്ചെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന ആയുസ് ഇങ്ങനെ തല്ലി തീർക്കല്ലേ. ശത്രുക്കളെ പോലെ പോരാടല്ലേ. ആർക്കെങ്കിലും വേണ്ടി തുലച്ച് കളയല്ലേ. മെഴുകുതിരി എരിച്ചു തീർക്കുന്നത് പോലെ എനിക്കല്ലേ. അഭിനയിക്കല്ലേ. ഉപ്പമാരെ അഭിനയിക്കല്ലേ. സിനിമാതാരങ്ങളെ പോലെ നിങ്ങളിങ്ങനെ അഭിനയിക്കല്ലേ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ആയുസ് വളരെ കുറവാ. ഇന്നലെ കണ്ടവനെ എന്ന് കാണാത്ത ദുനിയാവോ. ചിലപ്പോ ഒരു പൊരുത്തം ചോദിക്കാ പോലും സമയം കിട്ടണമെന്നില്ല. യാത്ര പറയാ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി തീരുമാനിച്ചോ. അല്ലാഹുവേ, പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ പടച്ചവനെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ജീവിക്കാൻ പഠിച്ചോ. മരിക്കാൻ
തിന്നാൻ അസുഖം വേണമെന്നില്ല. ക്യാൻസർ വേണമെന്നാരാ പറഞ്ഞത്? ട്യൂമർ വേണമെന്നാരാ പറഞ്ഞത്? കിഡ്നി തകരണമെന്നാരാ പറഞ്ഞത്? പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ തലവേദനയോ ഒരു വേദനയും വേണ്ട. വകമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹറൻ അലാ ദഹരി. കവി പറഞ്ഞതുപോലെ അമ്മീനു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി وكم من مريض عاش دهرا على دهره. താടി നിറച്ചിട്ടും രോഗം പിടിച്ചിട്ടും വയസ്സായിട്ടും നിന്റെ ജീവിതം കണ്ടാ മരിക്കാത്തവനെ പോലെയാ. നിന്റെ ഈ നടപ്പ് കണ്ട, നിന്റെ ഈ ഇരിപ്പ് കണ്ട, നിന്റെ പ്രവർത്തനം കണ്ട ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഇവിടെ അങ്ങ് ജീവിക്കാമെന്നാ. ഇതുപോലെ ജീവിച്ച നിന്റെ വാപ്പാന്റെ മയ്യത്ത് ആദിക്കാട്ടുകുളങ്ങര പള്ളിയിൽ കൊണ്ടുവച്ച് നിസ്കരിച്ചത് നീയല്ലേ? ഉപ്പാന്റെ നെഞ്ചത്ത് പിടിമണ്ണ് വാരിയെറിഞ്ഞത് മറന്നുപോയോ അപ്പാ? നിന്റെ ഉമ്മാന്റെ മുകളിൽ നിറകണ്ണുകളോടെ കരന്നുകൊണ്ട് മണ്ണിട്ട ദിവസം നീ മറന്നുപോയോ? ഒരു ദിവസം നിന്റെ മുകളിലും അത് വാരിയിടും ഉറപ്പല്ലേ? കവി ചോദിക്കുകയാ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ എത്രയോ ചെറുപ്പക്കാരി പള്ളിക്കാട്ടിൽ കിടപ്പുണ്ട്. രാത്രി ഭാര്യയുടെ കൂടെ കടന്ന പലരും ഇന്ന് പള്ളിക്കാട്ടിൽ കിടപ്പുണ്ട്. നേരം വെളുപ്പിക്കൂല, വൈകുന്നേരം തികയ്ക്കൂല. എത്ര ചെറുപ്പക്കാരുടെ മയ്യത്ത് കണ്ടിട്ടും നിനക്കൊന്ന് നന്നാകാ തോന്നുന്നില്ലല്ലോ. എന്ന് നന്നാകാരാവാപ്പാ, എന്ന് നന്നാകാരാവാപ്പാ. കൊച്ചുകുട്ടികളുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്തും കൊണ്ട് കബറടക്കിയിട്ട് നിനക്കും മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലാതെ നീ ഇങ്ങനെ ജീവിക്കുന്നല്ലോ. കവി ചോദിക്കുകയാ വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. നിനക്കെന്തെല്ലാം രോഗമുണ്ട്, എത്രയോ രോഗങ്ങൾ നിനക്കുണ്ട്. എന്നാ രോഗമില്ലാത്തവർ നിന്ന നിപ്പിന് വീണങ്ങ് മരിച്ചു പോകുന്നില്ലേ? എന്തേ പഠിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എപ്പോഴെവിടെ വെച്ചാട് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ വിട്ടുവീഴ്ചകൾ ചെയ്ത് ഓരോ രാത്രിയും കിടക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ടവരുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് അല്ലാഹുവേ കിടക്ക് ചെറുപ്പക്കാരാ, എങ്കിൽ നിനക്ക് നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലോ വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക് മുത്തഖിഊൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദഊൻ. നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിലെ സ്വർണ്ണത്തിന്റെ ചാരുകസേരയിൽ നീ നിന്റെ ഭാര്യയും പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ആദിക്കാട്ടുകുളങ്ങരയിലെ പലരും നിന്നോട് ചോദിക്കും, എങ്ങനെയാടാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? ഇവിടെയും നിങ്ങൾ ഒരുമിച്ചാണല്ലോ, എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നല്ലോ, മലക്കുകൾ സലാം പറയുന്നല്ലോ, നിനക്കൊരുപാട് പദവികളുണ്ടല്ലോ, എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ പറയാതൊരു മറുപടി വേണ്ടേ? ഈ പറയുന്ന രീതിയിൽ ജീവിച്ച നാളെ സ്വർഗ്ഗത്തിലും ഒരുമിച്ചാട് മുസ്ലിമേ.